ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ പ്രകാശൻ ഓരോരോ സ്റ്റൈലുള്ള ഷർട്ടൊക്കെ ഇട്ട് ഭംഗി ആസ്വദിച്ചിട്ട് അതിൻ്റെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. എന്നിട്ട് പറയാൻ ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്ലൂ കളർ ടീഷർട്ട് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഇനി ഒരു സെൽഫി ആവാം. അങ്ങനെ സെൽഫി പല വിധത്തിലും എടുക്കുകയാണ്. അപ്പോൾ ഒന്നും മനസ്സിന് പിടിക്കുന്നില്ല. എല്ലാം കൂടി പിടിച്ചത് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കാർത്തികയുടെ അമ്മക്ക് അവരുടെ ഫോട്ടോസൊക്കെ കിട്ടി, അതൊക്കെ നോക്കുകയാണ് കാർത്തികയുടെ അമ്മ. ഫോട്ടോസൊക്കെ നോക്കിയതിൻ്റെ ശേഷം അവർ ചിന്തിക്കുകയാണ്. അതായത് പ്രകാശൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള അവസ്ഥ നിനക്ക് എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ പിന്നെ ജീവിച്ചിരിക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നമുക്ക് ഇതിനെ അങ്ങ് കളയാം. അവൾ അത് കേട്ടത് ഞെട്ടലോടെയാണ്. എന്തൊക്കെയാ പ്രകാശേട്ടാ ഈ പറയുന്നത്? എടി, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുലം മുടിയും, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഇരുന്ന് ചിന്തിക്കാണ് കാർത്തികയുടെ അമ്മ. അങ്ങനെ പ്രകാശം മെസ്സേജ് അയച്ചതിന് ശേഷം കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വീഴുകയാണ്. അപ്പോൾ അടുത്ത മെസ്സേജ് വരുന്നതിന് കാത്തിരിക്കുകയാണ്. അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. കണ്ടിട്ട് 3 മക്കളുടെ അച്ഛനാണെന്ന് പറയില്ലല്ലോ, സുന്ദരനായിരിക്കുന്നു. കാർത്തികയുടെ അമ്മയുടെ മറുപടി മെസ്സേജാണ് വായിക്കുന്നത്. പ്രകാശന് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല, ചിരിച്ച് മതിക്കുക. ശേഷം ഫോണവിടെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടുക. പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട്. പ്രകാശൻ ആ സോങ്ങൊക്കെ പാടി ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് അമ്മുമ്മ മെല്ലെ പതിയെ വരുന്നത് ഇവൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട്. അവർ ചിന്തിക്കുക, ഇവനെന്താ വട്ടായോ? അമ്മ വിളിക്കുകയാണ്, പ്രകാശ. ഈ അമ്മ അങ്ങനെ ഒക്കെ പറയാണ്. എന്നിട്ട് പറയാം, അമ്മ വായിരിക്കേ, നീ എന്താടാ പതിവില്ലാതെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ടൊക്കെ, നിനക്ക് എന്താ പറ്റിയത്? അത് അല്ലമ്മേ, ഇത് മൊബൈലിൽ ഒരു പാട്ട്, അത് ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി നോക്കിയതാ. ഇതെന്താണെടാ, ഇതെന്തോന്ന് ഡ്രസ്സായി ഇട്ടിരിക്കുന്നത്, പോട്ടും പുള്ളിയും ഒക്കെ ആയിട്ട്, കൊച്ചു പിള്ളേരിടും പോലെ. എൻ്റെ അമ്മേ, ഇത് കാർത്തിക മോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാ. ഇങ്ങനെ ഉണ്ടെന്ന് പറ, നന്നായിട്ടുണ്ടോ ഇല്ലയോ? പിന്നെ നീ അങ്ങ് സുന്ദരനായിട്ടുണ്ടല്ലോ. പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഞാൻ സിംപ്ലനായിട്ടുണ്ടെന്ന്. കാരണം പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അതാര്? അതൊക്കെയുണ്ടമ്മേ, അത് ഞാൻ പിന്നെ പറയാം. ഇനി 1-2 കിടിലൻ ഡ്രസ്സുകൾ ഞാൻ എടുത്തുകൊണ്ട് വന്നില്ലേ, അതെല്ലാം ഇട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചു കൊടുക്കണം അമ്മ അവൾക്ക്. ആർക്ക്? അവനിങ്ങനെ സന്തോഷത്തോടെ അർമാദിക്കുക. അത് കണ്ടിട്ട് അമ്മ പറയാണ്, എടാ പറയടാ, ആർക്ക്? അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല അമ്മേ. ആലും എനിക്ക് സന്തോഷമായടാ മോനെ. അല്ല, നിനക്ക് 1-2 അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം നീ ഉഷാറായിട്ടുണ്ട്, കുറച്ച് ആരോഗ്യമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആഹാരമൊക്കെ അല്ലേ ഇവിടുന്ന് കഴിക്കുന്നത്? എൻ്റെ അമ്മയെ, ഞാനിപ്പോൾ ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഫുൾ ടൈമും ഫ്രൂട്ട്സാണ്, ചില ടൈമിൽ നട്ട്സും. അതിൻ്റെ ഈ തിളക്ക മുഖത്ത് ഇനിയും കൂടും അമ്മേ, ഫുൾ ഷൈനിങ്. പിന്നെ നമ്മുടെ ഈ തിളക്കമൊക്കെ പലരുടെയും മുമ്പിൽ കാണിക്കണം. അതിനുള്ള പോക്കായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ മുഖത്ത് തെളിച്ചം വന്നപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായടാ. എൻ്റെ മുഖത്ത് മാത്രമല്ല മോനെ, അമ്മേ, എൻ്റെ മോൻ്റെ മുഖത്തും തെളിച്ചം വരണം. നീ അവനും കൂടി നല്ലൊരു പെണ്ണിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു കല്യാണം അവനെ കൊണ്ട് കഴിപ്പിക്കണം. എന്നാലേ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. അബദ്ധമൊന്നും പറ്റത്തില്ല മോനെ. കാർത്തിക മോള് നമുക്ക് നല്ലൊരു വീടൊക്കെ വെച്ച് വരത്തില്ലയോ? പിന്നെ കുഴപ്പമില്ല. കാർത്തിക മോള് നല്ലൊരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ആ കുട്ടി ഈ വാക്ക് പാലിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷേ മറ്റു ചിലരും കൂടി അവിടെ വന്ന് താമസിക്കുമല്ലോ. ആരാടാ ഈ ചിലര്? അല്ല, കാർത്തികയുടെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കളല്ലേ? അല്ല, ആ കൊച്ചിന് അമ്മ മാത്രമല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. എന്നാലും അവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോടാ. ഉടനെ കൊണ്ടുവന്ന് കാണിക്കാമെന്നാ കാർത്തിക മോള് പറഞ്ഞത്. അല്ല, അവളും ഇപ്പോൾ കെട്ടിയവനില്ലാതെ നിൽക്കുക, ചെറുപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെയാ മോള് പറഞ്ഞത്. ഒരു 10-40 വയസ്സേ വരൂ. നിൻ്റെ ഭാര്യയുടെ അതേ പ്രായമേ ഉള്ളൂ. അമ്മേ, ഒരുമാതിരി നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരല്ലേ. എനിക്കവളെ കാണുന്നതേ അലർജിയാ. അവളെ എന്നെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം മോളുടെ കൂടെ പോയി നിൽക്കുകയല്ലേ. നീ അവളുടെ കാര്യം പറയല്ലേ അമ്മേ, പ്ലീസ്. നീ എനിക്ക് രാജാവിനെ പോലെ അവളുടെ മുമ്പിൽ ജീവിക്കണം. ഇനി നമ്മുടെ കാലമാണ് അമ്മേ. അതെ, കൊച്ചിന് എന്താണ് പറഞ്ഞത്? ശുക്രദശ തെളിയുന്നത് ഏത് പ്രായത്തിൽ? ഈ പ്രായത്തിൽ. പ്രകാശൻ വീണ്ടും കണ്ണാടിക്ക് മുമ്പിൽ പോയി നിന്ന് അവൻ്റെ സൗന്ദര്യം അവൻ തന്നെ ആസ്വദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ല നല്ല പാട്ടുകളൊക്കെ പാടുന്നുമുണ്ട്.
പിന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയുമാണ്. കിരണേട്ടനെ ഇത്രയും സമ്മർദ്ദം ചെലുത്തി എന്നെ പറഞ്ഞുവിടാൻ നോക്കുന്നുണ്ടെങ്കിലും ആ മനസ്സെനിക്കറിയാം. ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുഞ്ഞിനെയും കിരണേട്ടനെയും കാണാൻ പറ്റാത്ത വേദന എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് ഈ യാത്ര ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട, ഇപ്പോൾ തന്നെ അത് ഒരുപാടായി എന്ന് പറഞ്ഞ് ആ വിഷയം നിർത്തി. അതിനുശേഷം രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഐസ്ക്രീമൊക്കെ കോരി കൊടുക്കുകയാണ്. ഇവിടെ കിരണേട്ടൻ്റെ അടുത്ത് കുഞ്ഞുൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ രക്ഷപ്പെടും എന്നാണ് ആലോചിക്കുന്നത്. നിനക്കൊപ്പം വരാൻ എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം വരില്ലായിരുന്നോ മോളെ? ഇതേ വരാൻ പറ്റാത്ത കണ്ടീഷനായിപ്പോയി. ഇവിടെ നിന്നില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല. നമുക്ക് പുതിയൊരു കൊട്ടേഷൻ വരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് പിടിച്ചെടുത്തേ പറ്റൂ. ഇനിയിപ്പം നമുക്കല്ലാതെ വേറെ ആർക്കും കൊട്ടേഷനൊന്നും കിട്ടാൻ പോകുന്നില്ല. അത്രത്തോളം നമുക്ക് പേരുണ്ട്. കിരൺ കല്യാണിയോട് പറയാ, നീ ഏറ്റെടുത്തതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടുപേര് ചിരിക്കാന്നിട്ട്. നമ്മൾ പരസ്പരം പുകഴ്ത്തണ്ട, ഇതെല്ലാം ആരുടെയും എടുക്കാണെന്ന് കിരണേട്ടന് നന്നായിട്ടറിയാം. വീണ്ടും ഐസ്ക്രീം കോരി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല, ഒരു കണക്കിന് നമ്മളിങ്ങനെ മാറി നിൽക്കണം, എങ്കിലേ വിരഹത്തിൻ്റെ വേദന അറിയാൻ പറ്റൂ. അത് ശരിയാ. ഈ അടുത്ത സമയത്ത് നയനയും ആദർശേട്ടനും അകന്ന് നിന്നതാ. അപ്പോഴാണ് ആദർശേട്ടന് മനസ്സിലായത് എത്രമാത്രം നയനയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ അവനെ വിളിച്ചിരുന്നു. നീ പോകുന്ന കാര്യവും അതിൻ്റെ വിഷമവും ഒക്കെ അവനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, എടാ, സ്നേഹിക്കുന്നവർ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നത് ഒരു സുഖമാണെന്ന്. പിന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് മധുരം കൂടും എന്നാ അവൻ പറഞ്ഞത്. മധുരാണോ കയ്പാണോ എന്നൊക്കെ എല്ലാം അറിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇതുപോലുള്ള യാത്രകൾ വരുവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാൻ പോവില്ല കേട്ടോ. എവിടേക്കായാലും നമ്മൾ ഒന്നിച്ചേ പോകത്തുള്ളൂ. അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പറയുക. ഓക്കെ. എനിക്കും ഇങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ ഫംഗ്ഷൻ്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ടാണ് യാത്ര എന്തായാലും ഒഴിവാക്കണ്ട എന്ന് ഞാൻ ശാഠ്യം പിടിച്ചത്. ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം, അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയുന്നത് ശരിയല്ല. പിന്നെ കാർത്തികയുടെ അമ്മ കാർത്തിക വന്ന സമയത്ത് ഫോണിലെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കാർത്തിക പറയാണ്, അപ്പോൾ അവൾ പറയാണ്, ഇനിയാണ് നമ്മുടെ നാടകത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് എടുത്തു കൊടുക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഫോട്ടോസൊക്കെ ഒരുപാട് വരും. വരട്ടെ മോളെ വരട്ടെ, അവനെ പരമാവധി സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അയാളുടെ മോനും കൂടി ഒരു പെണ്ണ് കണ്ടെത്തിയാൽ എന്താ? അച്ഛനും മോനും മാറിയും തിരിഞ്ഞും പ്രേമിച്ചാൽ എന്താ കുഴപ്പം? അവൻ്റെ മോനും 1-2 പേരെ പ്രേമിക്കുകയും ശരണ്യ എന്ന് പറഞ്ഞവളെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തതല്ലേ. ഈ ശരണ്യയും സ്വാതിയെയും ഒന്നും എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. സ്വാതി എന്ന് പറയുന്ന ആ ഡോക്ടർ പെൺകുട്ടി അവനെ നന്നായിട്ട് പറ്റിച്ച് രജിസ്റ്റർ മാരേജ് വരെ കൊണ്ടെത്തിച്ചു. ശരണ്യ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രതികാരം ചെയ്യുമായിരുന്നു. അവരോടൊക്കെ പ്രകാശൻ്റെ മോൻ ചെയ്തത് സമാനങ്ങളില്ലാത്ത സംഭവങ്ങളാണ്. അതൊക്കെ ഓർക്കുമ്പോൾ രണ്ടിനെ കൂട്ടിയിട്ട് കത്തിക്കാനാണ് തോന്നുന്നത്. 2നെയല്ല 3നെയും. ഇതിൻ്റെയൊക്കെ വേര് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് നോട്ടക്കാരിയുടെ, അതെ, അവർ തന്നെ, ഫുഡ് നോട്ടക്കാരിയായ അമ്മയുടെ മുൻ അമ്മായിയമ്മ. അവരൊരു സ്ത്രീയാണെന്ന് പെൺകുട്ടികളെ പലപ്പോഴും അവർ അധിക്ഷേപിക്കുന്നത്. ഇത്രയും ക്രൂരയായ ഒരു അമ്മായിയമ്മയെ ശത്രുക്കൾക്ക് പോലും കിട്ടരുതേ എന്ന മോളെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയമുണ്ട്. ഇപ്പോൾ കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയല്ലോ. ആയ കാലത്ത് ഒരു രക്ഷയില്ലായിരുന്നു. എൻ്റെ വയറ്റിൽ ഒരു പെൺകുഞ്ഞാണെന്ന് വയറ്റാട്ടി പറഞ്ഞതിന് ശേഷം എന്നെക്കൊണ്ട് എന്തെല്ലാം ജോലികളാണ് ചെയ്യിച്ചെന്നറിയോ? കുഞ്ഞിനെ കളയാനായിരുന്നു. എന്നിട്ടും പോയില്ല. പലപ്പോഴും എനിക്ക് അബോർഷനാവും എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞാൻ തെറ്റി വീണിട്ടുണ്ട്. നിലത്ത് എണ്ണയൊക്കെ എടുത്ത് ഒഴിക്കും. അതുപോലെ ബാത്റൂമിൽ സോപ്പ് വെള്ളവും. അവിടെയൊക്കെ എൻ്റെ മോൾക്ക് ഒരു പരിക്കും പറ്റാതിരുന്നത് എല്ലാം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. അമ്മ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുക. ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണം. എന്നിട്ടത് കിരണിൻ്റെയും കല്യാണിയെയും RS കൺസ്ട്രക്ഷന് ബദലായിട്ട് തുടങ്ങിയെന്ന് വേണം വരുത്താൻ. എന്നിട്ട് പ്രകാശനെയും മോനെയും ധരിപ്പിക്കണം. അതിനുശേഷം MD കസേരയിൽ വിക്രത്തെ ഇരുത്തണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് RS കൺസ്ട്രക്ഷൻ അല്ലല്ലോ,
അതിൻ്റെ മേൽനോട്ടം ഇപ്പോൾ പ്രകാശനും മോനുമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ അവർ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത്. 5 പൈസ ശമ്പളം വാങ്ങിക്കാതെ. അവരെ കൊണ്ട് തന്നെ ഞാൻ ആ വീട് പൂർത്തിയാക്കും. അതുപോലെ തന്നെ ഞാൻ ആ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അച്ഛനെയും മോനെയും ഏൽപ്പിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല, അവിടെയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കട്ടെ. ഇത്രയും കാലം ജോലി ചെയ്യാതെ അന്യൻ്റെ തണലിൽ കഴിയാനാ രണ്ടും ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് വിക്രം എന്ന് പറയുന്നവൻ. ഇതിന് പകരമായിട്ട് ഞാൻ അവനെ കൊണ്ട് എല്ലാം മുറിയെ പണിയെടുപ്പിക്കും. രണ്ടാളും കൂടി എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി നന്നാക്കി തരട്ടെ. ഇതിന് സാലറി ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ഷെയറാ. എന്ന് വെച്ചാൽ ഒരു വർഷം 1 കോടി രൂപ കിട്ടുവാണെങ്കിൽ അതിൻ്റെ പകുതി അവർക്ക്. ഒരു വർഷത്തേക്ക് 5 പൈസയും കൊടുക്കണ്ട, ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ നാടകം അവസാനിക്കുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഗോപി വരച്ചുകൊണ്ട് 3 കൂടി പോയാൽ മതി. ഇപ്പം തന്നെ ശമ്പളമൊന്നുമില്ലാതെ കാർത്തിക ഫുഡ്സിലെ ജോലി ചെയ്യുക. ആ കിളവി എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാർത്തികയുടെ അമ്മ പറയാണ്, കൃത്യസമയത്ത് തന്നെയാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്തത്. ഇനി തൽക്കാലത്തേക്ക് നമ്മൾ വേദനിപ്പിച്ചവരെ തിരികെ കൊണ്ടുവരണം. കല്യാണിയുടെയും കിരണിൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് പെട്ടെന്ന് വേണ്ട അമ്മേ. ദൈവത്തിനറിയാലോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കിരണും കല്യാണിയും ഒക്കെ നമ്മളെ കാണാൻ വരും. അത് വിക്രവും പ്രകാശനും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും. ഒന്നാമത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ വിക്രം. നമ്മളിങ്ങനെ പെട്ടെന്ന് അവനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു സംശയമൊക്കെ ഉണ്ടവന്. അതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ അവൻ ചോദിച്ചിരുന്നു. അതിനിപ്പം തൽക്കാലം ഞാൻ തൃപ്തിപ്പെടുത്തുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു ആൺതുണ വേണം എന്ന് ഞാൻ പ്രകാശനോട് പറഞ്ഞത് പ്രകാശൻ വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നാ അയാളുടെ വിചാരം. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, അയാൾ ഓരോ മെസ്സേജ് അയക്കുമ്പോഴും അയാളുടെ ചങ്കിലൊരു തരിപ്പുണ്ടാവുന്ന മെസ്സേജ് തിരിച്ചയക്കണമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്നേ. എല്ലാത്തിനും ഒടുവിൽ ചങ്ക് തുളച്ചാൽ മതിയല്ലോ. ഇപ്പം അവൻ എൻ്റെ മെസ്സേജ് കുളിരാവട്ടെ. അമ്മയെ നടുക്കടലിൽ തള്ളിവിട്ടിട്ട് അമ്മയുടെ അരികിൽ കിടന്ന എന്നെ ഓടയിൽ എറിഞ്ഞിട്ട് പ്രകാശനും അമ്മയും നാട് വിട്ടപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? ഒരിക്കലുമില്ല. ഇത് ദൈവം എനിക്കായി തന്ന ദിവസങ്ങളാ മോളെ. അത് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അമ്മയുടെ ലൈനിൽ മുന്നോട്ട് പോയിക്കോ. കുറച്ച് കോമാളികളെ നമ്മളിട്ട് കളിപ്പിക്കുന്നു നമ്മളെ നേരം പോക്കിന്. അതൊക്കെ അവരുടെ ജീവനെടുക്കുന്ന പ്രവൃത്തികളാണെന്ന് എന്നെങ്കിലും ഒരിക്കൽ ആ രാക്ഷസനും കൂട്ടരും മനസ്സിലാക്കട്ടെ. ശരി അമ്മേ. പിന്നെ കാണിക്കുന്നത് മനുവിനെയാണ്. മനു ഒരുങ്ങി ഇറങ്ങി സ്പ്രേ ഒക്കെ അടിക്കുകയാണ്. ബാക്കിൽ നിഷ വന്ന് വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ മനു തിരിഞ്ഞിട്ട് പറയാണ്, അവൻ തിരിഞ്ഞെന്ന് പറയാണ്, എന്താ മോളെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? അല്ല, ഇത്ര പെട്ടെന്ന് ചേട്ടൻ അങ്ങ് പോവല്ലേ? പോകാതെ വേറെ നിവൃത്തിയില്ലല്ലോ. എന്നിട്ട് തന്നെ ഞാൻ 1-2 ദിവസം ഇവിടെ നിന്നില്ലേ. ഇനിയിപ്പം ബോംബെയിൽ ചെന്നിട്ട് വേണം മറ്റ് കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ. സത്യം പറഞ്ഞാൽ പുലയുള്ളതാ. കുളി കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ. അതുപോലും ഒഴിവാക്കിയിട്ടാണ് മോളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത്. ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോകാൻ പോലും പറ്റിയില്ല. എങ്ങനെ പോകും? ഇല്ല മോളെ, ഇപ്പോൾ അമ്പലത്തിൽ കയറിക്കൂടല്ലോ. എന്നാൽ പിന്നെ ഞാനും കൂടെ വരായിരുന്നു ബോംബെക്ക്. ഞാൻ മനഃപൂർവ്വം മോളെ കൊണ്ടുപോകാത്തത്. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. അവിടെ ചെന്നാൽ പിന്നെ എല്ലാവരും എന്നെ കൊല്ലാതെ കൊല്ലും. അതൊക്കെ മോള് കേൾക്കുന്നത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ബന്ധുക്കളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവർ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കത് സഹിക്കാൻ പറ്റുമോ? പിന്നെ അവരൊക്കെ മോളുടെ ശത്രുക്കളായിരിക്കും. എനിക്ക് സാഹചര്യം അറിയാലോ ഏട്ടാ. എന്നാൽ പിന്നെ ഞാൻ ഒരു ടിക്കറ്റ് കൂടി എടുക്കണോ? അത് പിന്നെ അവിടെ വന്ന മോളെ എനിക്ക് ശരിക്ക് കാണാൻ പോലും പറ്റില്ല. ശരിക്കൊന്ന് സ്നേഹിക്കാൻ പോലും പറ്റില്ല. പിന്നെ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് മോൾക്കും തോന്നും. അങ്ങനെ തോന്നിയാൽ ഉടനെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തിരിച്ചുവിടാൻ പറ്റുമോ? ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ. കുളി കഴിഞ്ഞ് ഇനി വരത്തുള്ളൂ. സഞ്ചയനം കഴിഞ്ഞ് വരാൻ നോക്കാം. സഞ്ചയനത്തിനൊന്നും ഞങ്ങൾ വരണ്ടേ? വേണ്ട, തൽക്കാലം വരണ്ട. ഇനിയിപ്പോൾ നമ്മളിവിടെ റിസപ്ഷൻ നടത്തുമല്ലോ. ആ സമയത്ത് ബന്ധുക്കളെല്ലാം കൂട്ടി ഞാനിങ്ങ് വരാം. അപ്പോഴേക്കും നിങ്ങളെല്ലാവരെയും വിളിച്ചോ. എന്ന് വെച്ച് അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് വിളിച്ചാൽ മതി കേട്ടാ. അതെന്താ അങ്ങനെ? എൻ്റെ മോളെ, അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ അവരൊക്കെ വരുമോ എന്ന്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ?
പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാനിപ്പോൾ. മോളേക്കാളും വലിയൊരു ഭാരം ദേ ഇവിടെയുണ്ട്. അവൻ്റെ നെഞ്ചു തൊട്ടിട്ട് കാണിച്ചു കൊടുക്കുക. അവളെ 2 കൈ കൊണ്ട് അപ്പുറം ഇപ്പുറം പിടിച്ചുകൊണ്ട് പറയാണ്, പോയിട്ട് നേരത്തെ വരാൻ നോക്കാം. അപ്പോൾ നിഷ പറയാണ്, എന്ന് വരും? എപ്പോഴും വിളിക്കണേ, ഇടയ്ക്ക് വീഡിയോ കോളിലൊക്കെ വരണേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബന്ധുക്കളും പിള്ളേരും ഒക്കെ ചുറ്റിനും കാണും. നേരത്തെ അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തതാ. വീഡിയോ കോളിലൊക്കെ വരാനേ വലിയ ബുദ്ധിമുട്ടായിരിക്കും, സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മോൾ അങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ മോൾ എന്നെ ഓർക്കുമ്പോൾ എനിക്ക് അത് അറിയാൻ പറ്റും. സ്നേഹിക്കുന്നവരുടെ മനസ്സ് ഒന്നല്ലേ മോളെ. ആ, അതും പറഞ്ഞ് 2 കൈ കൊണ്ട് മോളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾ മാറിലൊക്കെ തലയൊക്കെ ചാച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും മനു ചിന്തിക്കുകയാണ്, ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവളുടെ അടുത്ത് വേണം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകാൻ. എൻ്റെ ദൈവമേ, വഴിയിൽ വെച്ചൊന്നും ഇവള് കാണാതിരുന്നാൽ മതിയായിരുന്നു. അവൾ ആ മാറിൽ സ്നേഹത്തോടെ തലയും ചായച്ച് കിടക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.